CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹൈദരാബാദ് ട്രിപ്പിലെ 5ാമത്തെ എപ്പിസോഡാണിത്. ഇത് നമ്മൾ ഹൈദരാബാദിലുള്ള ഗോൾക്കൊണ്ട ഫോർട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി കാണാൻ നമുക്ക് ചെറിയൊരു ഫീസുണ്ട്. ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് 25 രൂപയെ വരുന്നുള്ളൂ. വിദേശികൾക്കാണെങ്കിൽ പെർ ഹെഡ് 300 രൂപ വെച്ച് വരുന്നുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത് തുറന്നു കൊടുക്കുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. ഇവിടെ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്. ഗോൾക്കൊണ്ട ഫോർട്ടിൽ കയറുന്ന മെയിൻ ഗേറ്റ് ഇതാണ്. ഇത് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ഇതിൻ്റെ മുകളിൽ കയറണം. ഈ ഗോൾക്കൊണ്ട ഫോർട്ട് മുകളിൽ കയറി നിന്ന് നമുക്ക് ചുറ്റുള്ള മൊത്തം കാണാൻ കഴിയും. ഇത് തെക്കേ ഇന്ത്യയിലെ മധ്യകാല രാജവംശമായിരുന്ന കുത്തബ് ഷാഹി സുൽത്താന്മാരുടെ കേന്ദ്രമായിരുന്നു ഗോൾക്കൊണ്ട കോട്ട എന്ന് പറയുന്നത്. ഇത് കൊണ്ടപ്പള്ളി കോട്ടയുടെ മാതൃകയിലെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇത് കാകതീയ രാജവംശമാണ് ഗോൾക്കൊണ്ട ഫോർട്ട് ആദ്യമായി നിർമ്മിച്ചത്. ഇതിന് 120 മീറ്റർ ഉയരമുണ്ട്. ഏകദേശം 390 അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു ഗ്രാനൈറ്റ് കുന്നാണ്. അതിൻ്റെ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. റാണി രുദ്രാമദേവിയും റാണിയുടെ പിൻഗാമിയുമായ പ്രതാപരുദ്രയുമാണ് ഈ കോട്ട പുനർനിർമ്മിച്ചത്. പിന്നെ അതിനുശേഷം ഗോൾക്കൊണ്ട കേന്ദ്രമാക്കി ഹൈദരാബാദ് ഭരിച്ച കുത്തബ് ഷാഹി രാജവംശമാണ് കോട്ടയ്ക്ക് ഇന്ന് കാണുന്ന ഈ രൂപമൊക്കെ നൽകിയത്. ഗോൾക്കൊണ്ട ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മാറിയാണ്. ഏകദേശം ഹുസൈൻ സാഗറിൽ നിന്നും ഒരു 9 കിലോമീറ്റർ മാറിയാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ ഈ ഔട്ടർ ഭാഗം ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 3 സ്ക്വയർ കിലോമീറ്ററോളം വരും. ഏകദേശം ഒരു 4.8 കിലോമീറ്ററോളം നീളമുണ്ട് ഈ കോട്ടയുടെ ഔട്ടർ ഭാഗത്തിന് മാത്രം. ഈ കോട്ടയുടെ മുൻകാല പേര് മംഗൽ എന്നായിരുന്നു. ഇത് നിർമ്മിച്ച സമയത്ത് ഇതിൻ്റെ പേര് മംഗൽ എന്നായിരുന്നു. ഇത് 1143 ആണ് ഈ കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ചത്. ഇതൊരു മഡ് ഫോർട്ടാണ്. ഇത് ഒറിജിനലായിട്ടൊരു മഡ് ഫോർട്ടാണ്. കണ്ടാൽ മനസ്സിലാവും. നിർമ്മിച്ചതിന് ശേഷം പിന്നെ ഒരു 14ാം നൂറ്റാണ്ടിൽ 17ാം നൂറ്റാണ്ടിലും യഥാക്രമം ബാഹമനി സുൽത്താന്മാരും പിന്നെ അതിനുശേഷം വന്ന കുത്തബ് ഷാഹി ഡൈനസ്റ്റിയാണ് ഈ കോട്ട പിന്നെ ഇത് പുതുക്കി പണിഞ്ഞത്. ഈ കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ പള്ളിയുണ്ട്, പിന്നെ ഒരു ഹിൽ ടോപ്പ് പാവിലിയൻ ഉണ്ട്. ഏകദേശം 130 മീറ്ററോളം ഉയരത്തിലാണ് ഈ പാവിലിയനൊക്കെ ഉള്ളത്. ഈ കോട്ടയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 13ാം നൂറ്റാണ്ട് മുതൽ കാകതീയ വംശം ഈ കോട്ട ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം 16ാം നൂറ്റാണ്ടിലും 17ാം നൂറ്റാണ്ടിലുമൊക്കെ കുത്തബ് ഷാഹി ഡൈനസ്റ്റിയാണ് അതിനുശേഷം ഈ കോട്ട ഭരിച്ചത്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു 120 മീറ്റർ ഹൈറ്റുള്ള ഏകദേശം ഒരു 120 മീറ്റർ ഹൈറ്റുള്ള ഗ്രാനൈറ്റ് ഇതിൻ്റെ ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഷെപ്പേഡ്സ് ഹിൽ എന്നും പറയുന്നുണ്ട്. ഈ ഒരു കുന്നിനെ ഷെപ്പേഡ്സ് ഹിൽ എന്നും പറയുന്നുണ്ട്. ഈ ഷെപ്പേഡ് ഹില്ലിൻ്റെ തെലുങ്ക് വാക്കാണ് ഗൊള്ളാക്കൊണ്ട. 11ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശത്തിൽപ്പെട്ട പ്രതാപരുദ്ര എന്ന രാജാവാണ് ഈ കോട്ട ആദ്യമായി നിർമ്മിച്ചത്. അതിനുശേഷം കാകതീയ ഡൈനസ്റ്റിക്ക് ശേഷം മുസ്നരി നായകാസ്, ബഹമനി സുൽത്താൻസ്, കുത്തബ് ഷാഹി ഡൈനസ്റ്റി, മുഗൾ എംപയർ, അസഫ് ജാഹി ഡൈനസ്റ്റി, ഈ ഡൈനസ്റ്റികളെല്ലാം അതിനുശേഷം ഈ കോട്ട ഭരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം പല പല രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച കഥകളെല്ലാം ഉറങ്ങുന്ന ഒരു കോട്ടയാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട്. ഇതിൻ്റെ മെയിൻ വാതിലുണ്ട്, ഒരു ഫത്തേഹ് ദർവാസ, ഇതിനറിയപ്പെടുന്ന വിക്ടറി ഗേറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് ഔറംഗസേബ് ആർമി ഈ വഴിയാണ് ഈ കോട്ടയ്ക്കുള്ളിൽ കടന്നത്. അതുകൊണ്ട് ഇത് വിക്ടറി ഗേറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഫത്തേഹ് ദർവാസ എന്ന് പറഞ്ഞ ഒരു ഡോറുണ്ട്. അവിടെ നമ്മളൊരു നിശ്ചിത പോയിൻ്റ് ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിൽ നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ, കൈ രണ്ടും ഉറക്കെ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹിൽ ടോപ്പിൽ പാവിലിയനിൽ വരെ അത് നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ കഴിയും. ഇത് അന്നത്തെ കാലത്ത് ഒരു അപായ സൂചന നൽകാൻ ഉപയോഗിച്ചിരുന്നു. കാരണം ഇത്രയും ഹൈറ്റിലുള്ള ഒരിതിൽ ഇവിടെ നിന്ന് നമ്മൾ ക്ലാപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ അത് നല്ല വൃത്തിയായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നിന്നാൽ കേൾക്കാൻ കഴിയും. ആ ഫോർട്ടിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നാൽ കേൾക്കാൻ കഴിയും. ഈ ഫോർട്ട് നിർമ്മിച്ചത് മെയിനായിട്ടും മഡ് ഉപയോഗിച്ചാണ്.
ചെളി ഉപയോഗിച്ചാണ് ഈ ഫോർട്ട് മെയിനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ അണ്ടറിൽ വന്നതിന് ശേഷമാണ് ഈ ഫോർട്ട് ഇത്രത്തോളം വലുതാക്കി ഇത് നിർമ്മിച്ചത്. ഈ ഫോർട്ട് പണിത് ആദ്യം ഒരു ചെറിയ മഡ് ഫോർട്ടായിരുന്നു. അതിനുശേഷം ഇത് കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ അണ്ടറിൽ വന്നപ്പോൾ ആദ്യത്തെ 3 രാജാക്കന്മാർ ഏകദേശം 62 വർഷത്തോളം എടുത്താണ് ഈ കോട്ട ഇന്നത് കാണുന്ന ആ ഒരു വലുപ്പത്തിലേക്കും ആ ഒരു പ്രൗഢിയിലേക്കും അവരത് എത്തിച്ചത്. ഈ കോട്ടയ്ക്ക് ഉള്ളിലൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോഴതൊന്നുമില്ല, ഇത് റൂമറാണ്. അത് അന്നത്തെ കാലത്ത് കണ്ടിരിക്കാം. ഇത് ദർബാർ ഹാളിൽ നിന്ന് ടോപ്പ് ഓഫ് നമ്മുടെ പാലസിൻ്റെ ബോട്ടം വരേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടെന്നാണ് അവിടുത്തെ പഴയ ആളുകൾ പറയുന്നത്. ഇതൊരു എസ്കേപ്പ് റൂട്ടായിട്ടും ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. അത് എന്തെങ്കിലും എസ്കേപ്പായി റൂട്ടായിട്ട് രാജപരമ്പരയിൽപ്പെട്ട ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നത്തെ സമയത്ത് അത് കാണാൻ കഴിയുന്നതല്ല. ചരിത്രപരമായിട്ട് ഗോൾക്കൊണ്ട ഏരിയ എന്ന് പറയുന്നത് ഡയമണ്ടുകളുടെ ഒരു കേന്ദ്രമെന്നാണ് പറയുന്നത്. അവിടെ ഒരു ഡയമണ്ട് സെൻറ്റർ എന്നാണ് ചരിത്രപരമായിട്ട് ഗോൾക്കൊണ്ട ഏരിയ അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 120 മീറ്റർ 130 മീറ്റർ ഹൈറ്റുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിലാണ്. ഇതിനകത്ത് അന്നത്തെ കാലത്ത് പീരങ്കികൾ, പിന്നെ 4 ഡ്രോ ബ്രിഡ്ജസ്, പിന്നെ 8 ഗേറ്റ് വേയ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് മജസ്റ്റിക് ഹാൾസ്, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അതിലുണ്ടായിരുന്നു. ബാമനി രാജവംശത്തിന് ശേഷം ഇത് കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ അണ്ടറിൽ ഏകദേശം 1518 മുതൽ 1687 ആ കാലഘട്ടത്തിലാണ് ഇത് ഗോൾക്കൊണ്ട ഫോർട്ട് കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ അണ്ടറിലായിരുന്നു. മുൻപ് 150 ഏക്കറോളമായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട്. ഇപ്പോൾ 105 ഏക്കറോളമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംരക്ഷിത ഏരിയയാണ്. ഈ ഫോർട്ട് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതൊരു സംരക്ഷിത മോണ്യുമെൻ്റാണ്. ഈ ഗോൾക്കൊണ്ട ഫോർട്ടിന് മുഴുവനുള്ളത് 8 ഗേറ്റുകളാണ്. ഇതിൽ ഏകദേശം മെയിൻ ഗേറ്റ് എന്നറിയപ്പെടുന്നത് ഈ ഫത്തേഹ് ദർവാസയാണ്, ഗേറ്റ് ഓഫ് വിക്ടറി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന് ഏകദേശം 13 അടി വീതിയും 25 അടി ഹൈറ്റും ഉണ്ട് ഈ ഡോറിന്. പിന്നെ ഈ ഡോറുകളെല്ലാം സ്റ്റീൽ സ്പൈക്സ്, മുള്ളു കണക്കത്തുള്ള ഇതിന് വെച്ചിട്ടുണ്ട്. ഈ ആനകളെ കൊണ്ട് അന്നത്തെ കാലത്ത് ഈ ഡോർ തള്ളി തുറപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളായിരുന്നു അത്. ഈ ഫോർട്ട് ആദ്യമായിട്ട് ഇത് 1687 ഔറംഗസേബാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിനെ ഡിസ്ട്രോയ് ചെയ്തത്. ഇത് 100ഓളം പീരങ്കികൾ ചുറ്റപ്പെട്ട് ഇത് ഈ ഫോർട്ട് അന്നത്തെ കാലത്ത് ഔറംഗസേബ് ഡിസ്ട്രോയ് ചെയ്തതാണ്. 1518 മുതൽ 1687 വരെയാണ് ഈ കുത്തബ് ഷാഹി ഈ റൂളേഴ്സ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ഭരിച്ചത്. കുത്തബ് ഷാഹി ഡൈനസ്റ്റിയുടെ 7ാമത്തെ സുൽത്താനായിരുന്ന സുൽത്താൻ അബുൽ ഹസൻ കുത്തബ് ഷാഹ് ആയിരുന്നു ആ സമയത്ത് ഈ ഗോൾക്കൊണ്ട ഫോർട്ട് ഭരിച്ചിരുന്നത്. ഇത് യഥാക്രമം കുത്തബ് ഷാഹി ഡൈനസ്റ്റിയിലെ 1512 മുതൽ 43 വരെ സുൽത്താൻ ഖുലി കുത്തബ് ഉൽ മുൽക്കായിരുന്നു. 1540 മുതൽ 1550 വരെ ജംഷീദ് ഖുലി കുത്തബ് ഷാ ആയിരുന്നു. 1550 ആ വർഷം തന്നെ പിന്നെ ശുഭൻ ഖുലി കുത്തബ് ഷാ. 1550 മുതൽ 1580 വരെ ഇബ്രാഹിം ഖുലി കുത്തബ് ഷാ. 1580 മുതൽ 1612 വരെ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ. 1612 മുതൽ 1626 വരെ സുൽത്താൻ മുഹമ്മദ് ഖുത്തബ് ഷാ. 1626 മുതൽ 1672 വരെ അബ്ദുള്ള ഖുത്തബ് ഷാ. 1672 മുതൽ 1687 വരെ അബുൽ ഹസൻ ഖുത്തബ് ഷാ. ഈ അവസാനത്തെ റൂൾ ഭരിച്ചുകൊണ്ടിരുന്ന അബുൽ ഹസൻ ഖുത്തബ് ഷായുടെ കാലഘട്ടത്തിലാണ് മുഗൾ എംപററായിരുന്ന ഔറംഗസേബ് ഈ കോട്ട പിടിച്ചടക്കിയത്. പിന്നെ ഈ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും മുകൾ വശത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ടെമ്പിൾ കാണാം, ഒരു മഹാകാളിയുടെ അമ്പലം. പിന്നെ ഇതിൻ്റെ 8 മെയിൻ വാതിലുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ യഥാക്രമം പേരുകളാണ്: ഫത്തേഹ് ദർവാസ, 2ാമത്തേത് മോത്തി ദർവാസ, 3ാമത്തെ ജമാലി ദർവാസ, 4ാമത്തെ ബഞ്ചാരി ദർവാസ, 5ാമത് പതഞ്ജരി ദർവാസ, 6ാമത്തെ മക്ക ദർവാസ, 7ാമത്തെ ബോഡ്ലി ദർവാസ, 8ാമത്തെ ബാലാഹിസാർ ദർവാസ. ഇങ്ങനെ 8 മെയിൻ വാതിലുകളാണ് ഈ കോട്ടയ്ക്കുള്ളത്.
ഇത് ഈ കോട്ടയിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇടയ്ക്ക് കാട് കയറി കിടക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇത് ഔറംഗസേബിൻ്റെ കാലത്ത് ഈ കോട്ട ആക്രമിക്കപ്പെട്ടതാണ്. ഇത് കോട്ട കൈയടക്കിയതാണ് ഔറംഗസേബിൻ്റെ കാലത്ത്. ഏകദേശം 171 വർഷമായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട് ഈ ഡൈനസ്റ്റീസ് ഭരിച്ചിരുന്നത്, കുത്തുബ് ഷാഹി ഡൈനസ്റ്റി ഭരിച്ചിരുന്നത്. ഈ കാണുന്നത് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കണ്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം ഹൈറ്റിലാണ് ഈ ഫോർട്ട് നിൽക്കുന്നതെന്ന്. ഉള്ളിലേക്ക് അതിൻ്റെ മതിലുകളൊക്കെ കാണാം. കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, എങ്കിലും ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഏരിയയാണ്. ദർബാർ ഹാൾ പോലുള്ളൊരു ഏരിയയാണ്. അക്കാലത്ത് ഈ ഗോൾക്കൊണ്ട എന്ന് പറയുന്ന പ്രദേശം കൊഹിനൂർ ഡയമണ്ടിൻ്റെയൊക്കെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു. കച്ചവടത്തിൻ്റെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു. ഔറംഗസേബിൻ്റെ കാലത്താണ് ഇവിടെ നശിപ്പിക്കപ്പെട്ട് ഇത് മൊത്തം കൊള്ളയടിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. രാത്രി സമയത്ത് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിനെ ചുറ്റി ഒരു ലൈറ്റിൻ്റെ പരിപാടിയുണ്ട്. അതിനകത്തുള്ള ലൈറ്റ് വെച്ച് ഒരു രാത്രി ഇതിൻ്റെ ചുറ്റും ഒരു ലൈറ്റിംഗ് പരിപാടിയുണ്ട് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിന്. അത് നല്ല രസമാണ് കാണാൻ. അത് അക്കാലത്ത് ഇന്ത്യ ആയിരുന്നു അറിയപ്പെടുന്ന ഡയമണ്ട് മൈൻസിൽ, വേൾഡിൽ അറിയപ്പെടുന്ന ഡയമണ്ട് മൈൻസ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നു. ഗോൾക്കൊണ്ട ആയിരുന്നു ആ ടൈമിലെ ഡയമണ്ടിൻ്റെ മെയിൻ മാർക്കറ്റ്. ഈ വീഡിയോ നമ്മൾ ഒരു 13 മിനിറ്റായിട്ട് ചുരുക്കിയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഫോർട്ടിൽ നിന്ന് നമുക്ക് താഴേന്ന് ഇത്രയും ഒരു 3-4 ഘട്ടമായിട്ടാണ് നമ്മൾ നടന്ന് മുകളിൽ കയറേണ്ടത്. അപ്പോൾ അത് ഇത്രയും നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ഇടുവാണെങ്കിൽ ടൈം അത്രത്തോളം നീണ്ടുപോകും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെറിയ പാർട്സായിട്ട്, വീഡിയോസിൻ്റെ കുറച്ച് പാർട്സായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു ചെറിയ വീഡിയോ ആക്കി, ഒരു 13 മിനിറ്റിൻ്റെ വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണാൻ തന്നെ ശ്രമിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ അടുത്ത ഒരു ലൊക്കേഷനായിരിക്കും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു 2-3 എപ്പിസോഡ് കൂടി ഹൈദരാബാദ് ട്രിപ്പിൻ്റെ കാണുന്നതാണ്. അതിനുശേഷം നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും നമസ്കാരം.